ഹലോ ഗായ്സ്, നമ്മളെ പുതിയതായിട്ട് സ്വാഗതം. ഓക്കെ ഗായ്സ്, എന്തായാലും ചെറിയൊരു സങ്കടമുള്ള ദിവസമാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഇന്നോവ കാറിലൊക്കെ നമ്മൾ മോഡിഫിക്കേഷൻ ചെയ്ത് നമ്മൾ വെള്ള ഇന്നോവ വരുന്നത്. അപ്പോൾ നമ്മൾ മോഡിഫൈ ചെയ്തതിന് ശേഷം നമ്മൾ കൊണ്ടുവരുന്ന ടൈമല്ല, അതിൻ്റെ പിറ്റേ ദിവസം നമ്മൾ റൗണ്ടിൽ വെച്ചിട്ട് വണ്ടി തട്ടിയിരുന്ന സൈഡ്. അപ്പോൾ നമ്മൾ ഫ്രണ്ടിൻ്റെ അടുത്ത് കൊണ്ടുപോയി കൊടുത്തിരുന്ന്. ഓക്കെ, അപ്പോൾ മിഞ്ഞാന്ന് അതിൻ്റെ വീഡിയോ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും അത് കണ്ടതിന് ശേഷം ഈ വീഡിയോ ആണ്, ഇത് എൻ്റെ പാർട്ട് 2 വീഡിയോ ആണ്. അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ നന്നാക്കി തിരിച്ചു വരുന്ന വഴിക്കാണ് ഒരു പ്രശ്നം സംഭവിച്ചത്. യെസ്, നമ്മൾ വണ്ടി MVD പിടിച്ചിരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ എക്സ്ട്രാ വെച്ച എല്ലാ സാധനങ്ങളും ഊരാനാണ്. എക്സ്ട്രാ എന്ന് പറയുമ്പോൾ ടയർ അലോയ് മാറ്റണം, പിന്നെ ഫ്രണ്ടിലത്തെ 2 ലൈറ്റും മാറ്റണം, അടിയത്തെ ഫോഗ് ലാമ്പ് മാറ്റണം, കളറ് മാറ്റണം, സ്റ്റിക്കർ വരയ്ക്കണം, ബാക്കത്തെ 2 ലൈറ്റും മാറ്റണം. ഓക്കെ, അപ്പം അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ വരുന്നത്. കണ്ടോ, ഇതാണ് നമ്മളെ വണ്ടി വരുന്നത്. ഓക്കെ, ഇതൊക്കെ നമുക്ക് ഇനി അയക്കണം കേട്ടോ. ടയറൊക്കെ മാറ്റി സ്റ്റോക്ക് തന്നെ ആക്കാൻ പറഞ്ഞിട്ടുണ്ട്. കണ്ട, ബാക്കിലൊക്കെ ലൈറ്റൊക്കെ സീനാക്കി ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ സ്റ്റോക്ക് തന്നെ ആക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമ്മളെന്തായാലും ഇനി സ്റ്റോക്ക് ആക്കണത് എപ്പോഴാണ് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ആക്കണില്ല. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് നേരില്ല, ഇനി പോണ വഴിക്ക് വേറെ വീട് പിടിക്കാൻ നിന്നാൽ മതിയിരുന്നേ. ഓക്കെ, നമ്മളെന്തായാലും ഇനി ഇപ്പം അയക്കണില്ല. ഓക്കെ, നമ്മൾ നാളെ അടുത്ത വീഡിയോയിൽ വരും നമ്മൾ അയക്കണ വീഡിയോ. അപ്പോൾ അയക്കണ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമുക്കൊരു സെക്കൻഡ് ചാനൽ വരുന്നുണ്ട്, ഹർഷാദ് എന്നാണ് പേര് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ചാനലിൻ്റെ ഉള്ളിൽ തന്നെ കയറി കഴിഞ്ഞാൽ മൈ സെക്കൻഡ് ചാനൽ പറഞ്ഞിട്ട് കാണും. അതും കൂടി കയറിയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ഞാൻ ആഗ്രഹിച്ചിട്ട് വണ്ടി ഒന്ന് മൊത്തത്തിൽ ഡിസൈൻ ആക്കിയതായിരുന്നു. ഇപ്പം അത് മൊത്തം അയക്കേണ്ട ഒരു അവസ്ഥ വന്നേ. ഞാൻ മീറ്റർ മാറ്റിയിരുന്ന്, പിന്നെ സൈഡിൽ റെഡ് മീറ്റർ അതും വെച്ചതാണ്. സ്റ്റിയറിങ് മാറ്റിയിരുന്നു, ഇനി അതൊക്കെ അയക്കണം, ഇതൊക്കെ സ്റ്റോക്ക് ആക്കണം. എനിക്ക് സ്റ്റിയറിംഗ് ഒക്കെ എന്താ മാറ്റേണ്ട ആവശ്യം, വെറുതെ വീടിൻ്റെ പറയുന്നത്. പിന്നെ നമുക്ക് 1,00,000 രൂപ ഫൈനും കിട്ടിയിട്ടുണ്ട്. അത് നമ്മളടച്ച് 1,00,000 2,00,000 ആണെങ്കിലും ഇത് അയക്കണ്ടില്ലായിരുന്നു. ഇത് ഒരു സൈഡ് പണിയായി പോയി. സാരില്ല കേസ്, നമുക്ക് എന്തായാലും അയക്കുക, പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് എന്തായാലും നേരെ കൊണ്ടേ അയക്കണം. ഇപ്പോഴല്ല, ഇനിയിപ്പോൾ നേരമില്ല, രാത്രി ആവില്ല തുടങ്ങി. നമുക്ക് നാളെ അവിടെ പോയിട്ട് അയക്കണം. ഓക്കെ, അപ്പോൾ നാളെ ഇതിൻ്റെ വീഡിയോ വരും കേട്ടോ അയക്കണേ. ഓ ജസ്റ്റ് മിസ്സറാ, അല്ല തട്ടിയാ 99% ഇല്ല തട്ടിയില്ല. ഓ ഇതൊക്കെ കിടലൻ ലുക്കായിരുന്നു. ലുക്കൊക്കെ നാളെ പോവില്ലേ, എന്ത് ചെയ്യാനാ. ഞൊക്കെ സ്റ്റോക്കൊക്കെ ആകുമ്പോൾ ഒരു രസം ഉണ്ടാവില്ല സ്റ്റോക്ക് വെക്കുമ്പോൾ. ഇതിൻ്റെ സ്റ്റോക്ക് ഹെഡ്ലൈറ്റൊക്കെ ഉണ്ട് കേട്ടോ വീട്ടിൽ, അലോയൊക്കെ വീട്ടിലുണ്ട്. ഇനി അതൊക്കെ എഴുതിക്ക് ഇടണം, നാളെ പണിയാവും കേസ് നമുക്ക്. ഓക്കെ, നമ്മൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വർക്ക്ഷോപ്പൊക്കെ പോയത്, പക്ഷേ ഇത് നമുക്ക് ഇനി പറിക്കാനും ഹെഡ്ലൈറ്റൊക്കെ മാറ്റാനും നമ്മളെ കൊണ്ട് കഴിയും. അതുകൊണ്ട് നമ്മളെ വീട്ടിൽ നിന്നിട്ടാണ് ഇതൊക്കെ മാറ്റണം. ഓക്കെ, ഈ ട്രാഫിക് ജാം ഇഷ്ടമല്ലോട്ട് ട്രാഫിക് ജാം. ഓക്കെ, ഓടാ എന്തൊരു ലുക്കുള്ള വണ്ടിയായിരുന്നു. എനിക്ക് ഈ വണ്ടി ഇഷ്ടപ്പെട്ട പോലെ കേട്ടോ. പക്ഷെ ഇതിൻ്റെ എനിക്ക് ഈ അലോയിനെക്കാട്ട് ഇഷ്ടപ്പെട്ട സ്റ്റോക്ക് അലോയി ആണ് കേട്ടോ. ഓക്കെ, നമുക്ക് എന്തായാലും നേരെ കൊണ്ട് പോവാം. ഒരു ദിവസം നമുക്ക് MG ഹെക്ടറിൻ്റെ വണ്ടി വാങ്ങണം. ആ പോണ മഞ്ഞ വണ്ടി ഉണ്ടോ, ഞാൻ ക്ലിയറായിട്ട് കാണിച്ചു തരാം. ഇവിടെ ഭയങ്കര മഴ ഉണ്ടോ ഗൈസ്. ഓക്കെ, പിന്നെ ഗൈസ് ഈ ബസ് സിമുലേറ്ററിൽ എങ്ങനെ വെതർ മാറ്റണമെന്ന് നിങ്ങൾ പറഞ്ഞു തരണം കേട്ടോ, അറിയണവരുണ്ടെങ്കിൽ. ഓക്കെ, കണ്ട ആ MG ഹെക്ടർ ഉണ്ടോ പോണേ, അത് നമുക്ക് ഒരെണ്ണം വാങ്ങണം. അല്ലെങ്കിൽ നമ്മളടുത്ത് ഒരു കിയൻ്റെ ഇലക്ട്രിക് ഉണ്ട്. പിന്നെ നമ്മളെ ഫോർച്യൂണർ, അത് പറഞ്ഞു കഴിഞ്ഞാൽ അതായിരുന്നു നമ്മൾ ഈ വണ്ടി തട്ടിയപ്പോൾ അതായിരുന്നു അതിൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്താണ് ഇപ്പോൾ ഉള്ളത്. നമ്മൾ ഫ്രണ്ടിന് താൽക്കാലത്തിന് കൊടുത്തേക്കാണ്. പിന്നെ എല്ലാവരും കമൻറ്റ് ഇട്ട് ചോദിച്ചൊരു കാര്യമാണ് ബെൻസ് എവിടെയാണ്. നമുക്കിപ്പോൾ ഇന്നോവ കിട്ടിയതിന് ശേഷം നമ്മൾ ബെൻസ് എടുക്കൽ തന്നെ ഇല്ല കേസ്. ഓക്കെ, നമുക്ക് ഇനി എപ്പോഴെങ്കിലൊക്കെ ഒന്ന് എടുക്കണം. ഇനി അതായിട്ട് നമ്മൾ ഒരു ദിവസം വീഡിയോ വരും. കണ്ട ഈ കാണുന്ന റൗണ്ട് ഉണ്ട്, ഇവിടെ ഇങ്ങനെ റൗണ്ട് അടിക്കണേ, ഇവിടെ വെച്ചിട്ടാണ് തട്ടിയത്. ഓക്കെ, അതോ പോലീസ് കയറാൻ പോണ്, ഞങ്ങൾക്ക് പോലീസിനെ വെച്ചുപിടിക്കട്ടോ. ഓക്കെ, നമുക്ക് എന്തായാലും ഞാൻ അവിടെ എത്തിയിട്ട് കാണാം. ഓ അങ്ങനെ വില്ലേജ് എത്തി. ഇനി ഇവിടുന്ന് കുറച്ച് വെള്ളം നമ്മൾ വീട്ടിൽ പോകാം, എല്ലാവർക്കും അറിയാൻ വിചാരിക്കണു. ഓക്കെ, എല്ലാവരും ഒന്നും കൂടി സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഓക്കെ, പോവാം. എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ട് കേട്ടോ ഈ സ്റ്റിക്കറൊക്കെ അയക്കണേന്, കാരണം നമ്മൾ ആഗ്രഹിച്ച് ചെയ്തതല്ലേ.
ഓക്കെ, മറ്റന്നാൾ നമുക്ക് ബെൻസായിട്ട് തരാം, ആണ് നല്ലത്. ബെൻസാണ് ഇച്ചിരി ലുക്ക്, എനിക്കിഷ്ടപ്പെട്ട ബെൻസാണ്. പക്ഷേ ഈ മോഡിഫൈ ഒക്കെ ചെയ്തപ്പോൾ ഞാൻ പുതിയതായിട്ടാണ് നടക്കല്. ഓക്കെ, നമ്മളെ വീട് എന്തായാലും എത്താനായിട്ടുണ്ട്. ഓക്കെ, ഓണ്ടടാ അപ്പോൾ ഈ വീട് നമുക്ക് ഇഷ്ടമായി തോന്നുന്നുണ്ട് കേട്ടോ. എന്തായാലും വീട് വൈൻഡ് അപ്പ് ചെയ്യേണ്ട ടൈം ആയിട്ടുണ്ട്. ഓ ഏതാ കിടിലൻ ലുക്ക്, കിടിലൻ എന്ന് പറഞ്ഞാൽ അടിച്ചാ പൊളിച്ച് കിടിലൻ, അമ്മാതിരി ലുക്ക്. എൻ്റെ അടാ. ഓക്കെ, നമുക്കിവിടെ നിർത്തിടാം. ഓക്കെ, അങ്ങനെ ഇതും കഴിഞ്ഞ് വണ്ടി പൂട്ടട്ടെ. ഓക്കെ ഗൈസ്, അപ്പം എന്തായാലും ഇത്രയുള്ള വീഡിയോ. എല്ലാവർക്കും ബൈ ബൈ.